ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. ശൗൽ ഇങ്ങനെ പറയുമായിരുന്നു, എല്ലാ ഗോത്രങ്ങളിലും വെച്ചും ബെന്യാമിൻ ഗോത്രമായ തൻ്റെ ഗോത്രം ഏറ്റവും ചെറിയ ഗോത്രമാണ്. ആ ഗോത്രത്തിനകത്ത് ഉള്ള കുടുംബങ്ങൾക്കകത്ത് വെച്ച് തൻ്റെ കുടുംബം വളരെ ചെറുതാണ്. ഇങ്ങനെ സ്വയമായി തന്നെ പരിമിതിപ്പെടുത്തുന്ന, ലിമിറ്റേഷൻസ് പറയുന്ന, കുറവ് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ. എന്നാൽ 1 ശമൂവേൽ 10 അധ്യായം 6 വാക്യത്തിൽ ശമൂവേൽ ഇങ്ങനെ പറഞ്ഞു, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വരും, നീയും അവരെ പോലെ പ്രവചിക്കുന്നവരായിത്തീരും, നീ ആൾ മാറിയതുപോലെ ആയിത്തീരും. അതേ പരിശുദ്ധ ആത്മാവുമായിട്ട് ശൗലേ, നീ കൂട്ടിമുട്ടുമ്പോൾ നിന്റെ പരിമിതികളൊക്കെ നീ പൊളിച്ച് ആൾ മാറിയതുപോലെ ആയിത്തീരും. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും സ്വയമായിട്ട് തങ്ങളെ തന്നെ പരിമിതിപ്പെടുത്തുന്നവർ, ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ, എൻ്റെ കുടുംബം മോശമാണ്, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, ഞാൻ ജനിച്ച പട്ടണം, ഞാൻ ജനിച്ച വീട്, അങ്ങനെ പറഞ്ഞ് സ്വയമായിട്ട് മതിലുകളൊക്കെ കെട്ടി പരിമിതിപ്പെടുത്തി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരിശുദ്ധ ആത്മാവുമായിട്ട് നിങ്ങൾക്ക് കൂട്ടുകൂടാൻ മനസ്സുണ്ടെങ്കിൽ, പരിശുദ്ധ ആത്മാവുമായിട്ടൊന്ന് കൈ ഓർക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഈ പദം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങൾ ആള് മാറും, നിങ്ങൾ ബൗണ്ടറികളെ പൊളിച്ച് പുറത്തു വരും. ഇങ്ങനെ പരിമിതികളെ പൊളിച്ച് നിങ്ങൾ ആൾ മാറി ദൈവത്താൽ പ്രയോജനപ്പെടട്ടെ. ഗാഡ് ബ്ലസ്.